തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം എല്ലാ കാലത്തും ആര് സെക്രട്ടറിയായി വന്നാൽ നിർവഹിക്കുന്നത് കൂട്ടായിട്ടാണ്. അപ്പോൾ കൂട്ടായി തന്നെ ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ആ വിഷയങ്ങളിൽ ഞങ്ങൾ ആ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത്തരം വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കും. ഗവൺമെൻറ് തലത്തിൽ ഇടപെടേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിൽ ആ നിലയിൽ ഇടപെടും. സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ സമ്മേളനം കൈക്കൊണ്ടിട്ടുണ്ട്. ആ കൈക്കൊണ്ട തീരുമാനം നടപ്പിലാക്കാൻ ഞങ്ങൾ കൂട്ടായി മുന്നോട്ട് പോകും. അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ CPM-നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. സമ്മേളനത്തിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ അപ്രതീക്ഷിച്ചിട്ടോ ഒന്നും കാര്യങ്ങൾ വരില്ല. സമ്മേളനമാണ് തിരഞ്ഞെടുക്കുന്നത്. ആ നിലയിൽ സമ്മേളനം ആണ് തിരഞ്ഞെടുത്തത്. ഓരോ ഘട്ടത്തിൽ ഓരോ ചുമതലകൾ പാർട്ടി കേഡർമാർക്ക് പാർട്ടി നിശ്ചയിക്കും. ആ നിലയിൽ ഇപ്പോൾ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി ചുമതലയാണ്. ആ സെക്രട്ടറി ചുമതല എല്ലാവരുടെയും പിന്തുണയോടുകൂടി കൂട്ടായി നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാവരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം യുവാക്കളെ കൂടുതലായി പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗം കൂടിയാണെന്നുള്ള ചില സൂചനയാണ് വന്നിരുന്നത്. അല്ല, യുവജനങ്ങൾ പാർട്ടിയിലേക്ക് ഒരുപാട് വരുന്നുണ്ട്. കാരണം യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPI-യും അതുപോലെ തന്നെ വർഗബോധന പ്രസ്ഥാനം എന്ന നിലയിൽ DYFI-യൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യുവജനങ്ങൾ വലിയ രൂപത്തിൽ CPM-മായി അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു പ്രതിഫലനം കമ്മിറ്റികളെല്ലാം ഉണ്ടാവും. ആ നിലയിലാണ് അതിനെ കാണേണ്ടത്. സംസ്ഥാന വിചാരിച്ചൊരു പെർഫോമൻസ് നടത്താൻ CPM-ന് കഴിഞ്ഞിരുന്നില്ലല്ലോ, LDF-ന് കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് നിയമസഭയിലാണെങ്കിൽ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും UDF ജയിക്കാൻ സാധ്യത ഉണ്ടായി. ലോക്സഭയിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വോട്ട് കുറയുകയും ചെയ്തു. അവിടെ എങ്ങനെയാണ് ഒരു തിരുത്തൽ ഉദ്ദേശിക്കുന്നത്? അല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം വേറെ തന്നെയാണ്, ഒരു സാഹചര്യം വേറെ തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ അത് പ്രതിപാദിച്ച് കഴിഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള ഫണ്ട് വലിയ രൂപത്തിലുള്ള ഒരു ഫണ്ട് വരുന്ന നിലയുണ്ടായി ഇവിടെ. അതുപോലെ തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട്, വർഗീയത ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ നമുക്കറിയാം ഇവിടെ വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യമായിരുന്നില്ലല്ലോ 2019 സാഹചര്യമല്ല 2021 ഉണ്ടായത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളും വയനാട്ടിലുണ്ട്. അവിടെയെല്ലാം വലിയ പ്രതിഷേധങ്ങൾ, ആളുകളുടെ അസംതൃപ്തി വലിയ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഇതിൽ പ്രതിഫലിക്കും. കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വലിയ വിജയം വയനാട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി മുൻകൈ എടുത്ത് നടത്തും.